മറിയൂസ് പിതാവിനോടുള്ള പ്രതിഷ്ഠ 18-ാം ദിവസം. പിതൃതുല്യമായ സ്നേഹം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം. അവൻ്റെ പിതാവ് അവനെ കണ്ടു, അവനോട് അനുകമ്പ തോന്നി. ഒരു പിതാവ് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 15:20 നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അവൻ വളരെ ദൂരെയായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പിതാവ് അവനെ കണ്ടു, അനുകമ്പ തോന്നി, ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവിൻ്റെ പ്രതിച്ഛായയായ നിരുപാധികമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും അവൻ്റെ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെയും വലിയ സ്നേഹത്തിൻ്റെയുമൊക്കെ അടയാളമാണ്. ദൈവപുത്രനെ വളർത്താൻ ഭരമേൽപ്പിച്ച വിശുദ്ധ ജോസഫിൻ്റെ ഹൃദയത്തിലും അതേ തരത്തിലുള്ള സ്നേഹം ജീവിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ജീവശാസ്ത്രത്തിൻ്റെ സ്നേഹമല്ല, മറിച്ച് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവിക സ്നേഹത്തിൻ്റെ ഭാവം. ജോസഫിൻ്റെ പിതൃതുല്യമായ സ്നേഹം പ്രകടിപ്പിക്കപ്പെട്ടത് നാടകീയമായ പ്രകടനങ്ങളിലൂടെയല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിലെ വിശ്വസ്തതയിലൂടെയാണ്. ഈശോ വളർന്നപ്പോൾ അവനെ സംരക്ഷിച്ചു, അവനെ പഠിപ്പിച്ചു, അവനെ നയിച്ചു. അങ്ങനെ അനുദിന ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെയാണ്, ആ പ്രവൃത്തികളിൽ മറിയൂസേപ്പ് കാണിച്ച വിശ്വസ്തതയിലൂടെയാണ് തൻ്റെ സ്നേഹത്തെ അവൻ കാണിച്ചു തന്നത്. മറിയൂസ് പിതാവിൻ്റെ സ്നേഹം നിശബ്ദമായിരുന്നു, പക്ഷേ ശക്തമായിരുന്നു. ക്ഷമയിലും സ്നേഹത്തിൻ്റെ വലിയ ആഴങ്ങളിലും ഉറച്ചതുമായിരുന്നു. എപ്പോഴും ദൈവത്തോടുള്ള വിശ്വാസത്തിലും ബഹുമാനത്തിലും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതിലും വേരൂന്നിയതായിരുന്നു യോസേപ്പിതാവിൻ്റെ സ്നേഹവും കരുതലുമെല്ലാം. ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുക എന്നതിനർത്ഥം സന്നിഹിതനായിരിക്കുക, സ്ഥിരത പുലർത്തുക, സ്വയം സമർപ്പിക്കുക, സംരക്ഷണം നൽകുക എന്നുള്ളതൊക്കെ തന്നെയാണ്. സൗമ്യതയോടെയുള്ള ശിക്ഷണം നൽകുന്ന, സത്യസന്ധതയോടെ നയിക്കുന്ന, പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുന്ന ഒരു സ്നേഹമാണിത്. അതിനാണ് പിതാവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. നമ്മൾ പിതാക്കന്മാരായാലും അല്ലെങ്കിലും നാം എല്ലാവരും ദൈവത്തിൻ്റെ പിതൃതുല്യമായ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് അവിടുന്ന് നൽകുന്ന മാർഗനിർദ്ദേശം, അനുകമ്പ, സ്ഥിരത എന്നിവ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മളും പിതൃതുല്യമായ സ്നേഹം മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് മാർഗനിർദ്ദേശം നൽകുവാനും മറ്റുള്ളവരോട് ദയയും അനുകമ്പയും കാണിക്കുവാനും, ഒരു പിതാവിൻ്റെ അടുത്ത അനുകമ്പയും ദയയും കാണിക്കുവാനും, ആ ദയയും സ്നേഹവും കരുണയുമൊക്കെ സ്ഥിരതയോടെ ഉള്ളതായിരിക്കണം. നമുക്കിഷ്ടമുള്ളവ മാത്രമല്ല, നമുക്ക് തോന്നുമ്പം ചെയ്യുന്ന ഒരു കാര്യമല്ല. പിതൃതുല്യമായ സ്നേഹം വ്യവസ്ഥകളില്ലാതെ എപ്പോഴും നൽകുന്ന ഒരു സാന്നിധ്യമാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. പിതൃതുല്യമായ സ്നേഹത്തിലെ പ്രധാന ഗുണങ്ങൾ നമുക്കൊന്ന് കാണാം. ഒന്ന് അനുകമ്പയാണ്. മറ്റുള്ളവരെ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ കാണുന്ന ഒരു അനുകമ്പ. രണ്ടാമത്തത് സാന്നിധ്യമാണ്. സമയം, ശ്രദ്ധ, പരിചരണം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഒരു സാന്നിധ്യം. അത് പിതൃതുല്യമായ സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ്. മൂന്നാമത്തത് മാർഗനിർദ്ദേശമാണ്. ജ്ഞാനവും ദയയും ഉപയോഗിച്ച് മറ്റുള്ളവരെ നയിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിച്ച്, മറിയൂസേപ്പ് പിതാവിൽ അത് കൃത്യമുണ്ടല്ലോ, സ്വപ്നത്തിൽ കിട്ടുന്ന നിർദ്ദേശം സ്വീകരിച്ച് ദയയോടുകൂടി അവൻ പരിശുദ്ധ അമ്മയെയും ഉണ്ണീശോയെയും നയിച്ചു. അതുപോലെ പിതൃതുല്യമായ സ്നേഹത്തിൽ മറ്റൊരു ഭാവം ത്യാഗമാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്കായി സ്വയം സമർപ്പിക്കുക എന്നുള്ളത്. എല്ലാ അപ്പന്മാരും എല്ലാ പിതാക്കന്മാരും ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ നന്മയ്ക്കായി, ജീവിത പങ്കാളിയുടെ നന്മയ്ക്കായി, മക്കളുടെ നന്മയ്ക്കായി.
അതുപോലെ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സമർപ്പിക്കാൻ തമ്പുരാൻ സന്നിധിയിൽ. ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്നത്തെ ഒരു പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് പോകാം. ഒരു ദയയുള്ള വാക്കോ പ്രവൃത്തിയോ ഉപയോഗിച്ച് പ്രായം കുറഞ്ഞവരോ പിന്തുണ ആവശ്യമുള്ളവരുമായ ഒരാളെ നമ്മൾ സമീപിക്കുക, സാന്നിധ്യം കൊണ്ട് അവരെ സ്നേഹിക്കുക, പിതൃതുല്യമായ ഒരു സ്നേഹം കൊടുക്കുക. നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ സ്നേഹത്തിൻ്റെ ഒരു പിതൃതുല്യമായ ഒരപ്പനടുത്ത സ്നേഹം, പിതൃതുല്യമായ സ്നേഹം ഒന്ന് അനുഭവവേദ്യമാക്കി കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പിതൃതുല്യരെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുക. സ്വന്തം അപ്പൻ മാത്രമല്ല, അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ധാരാളം പേരുണ്ട്. ആ പിതൃതുല്യരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ രോഗശാന്തിക്കായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി പേര് രോഗത്തിൻ്റെ ഒരു കൃപ കിട്ടണമേ എന്ന്, രോഗശാന്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ഒരപ്പൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ശാന്തമാക്കുക. അസ്വസ്ഥതകളും വേദനകളും കുറവുകളും ഉണ്ടാകുമ്പോൾ ശാന്തമാക്കാൻ സാധിക്കുന്ന അപ്പന് മാത്രമേ ഉള്ളൂ. സംരക്ഷണം കൊടുക്കാനായിട്ട് സ്വയം ഒന്ന് നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചോദിക്കാം, ഇന്ന് ഞാൻ മറ്റുള്ളവരെ പരിപാലിക്കുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും? ഇന്ന് എനിക്ക് എങ്ങനെ അത് ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പിതൃതുല്യമായ സ്നേഹം മറ്റുള്ളവരോട് എനിക്ക് എങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഒരു പിതാവ് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അനുകമ്പയും ശക്തിയും വിശ്വസ്തതയും ദയയും കാരുണ്യവും സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് പിതൃതുല്യമായ സ്നേഹത്തിൻ്റെ വലിയ മാതൃക നൽകിയ മാർ യോസേപ്പിൻ്റെ ആ വലിയ മാധ്യസ്ഥത്താൽ ഉദാരമായ ഹൃദയത്തോടെ എൻ്റെ ജീവിതം നയിക്കുവാനും ഉദാരമായ ഹൃദയത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും സേവിക്കുവാനും നയിക്കുവാനും എന്നെയും പഠിപ്പിക്കണമേ. എൻ്റെ സ്നേഹം സ്ഥിരവും അത് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതും രോഗശാന്തി പോലും നൽകുന്ന വിധത്തിൽ എൻ്റെ സ്നേഹത്തെ നീ മാറ്റണമേ. നിൻ്റെ സ്വന്തം ദിവ്യ സ്നേഹത്താൽ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുകയും മാർ യോസേപ്പ് പിതാവിന് നിർദ്ദേശങ്ങൾ കൊടുത്തതുപോലെ എൻ്റെ ജീവിതത്തിലേക്കും കൃപയുടെ നിർദ്ദേശങ്ങൾ നൽകണമേ. വിശ്വാസ പ്രമാണം. സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ യോസേപ്പെ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന. ഈശോ മറിയം യോസേപ്പെ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ മറിയം യോസേപ്പെ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു.
ഈശോ, മറിയം, യോസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. മഹത്വവാനായ മാർ യോസേപ്പേ, വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യോസേപ്പേ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യോസേപ്പേ, ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. വിശുദ്ധ യൗസേപ്പിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രൻ്റെ പാലകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുവിൻ്റെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
തിരുകുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ശക്തനായ വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.